ഭരണമാറ്റത്തിന് ശേഷമുണ്ടായ കൂട്ടത്തോടെയുള്ള സ്ഥലം മാറ്റത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പവർ ബ്രോക്കർമാരും ദളാൽമാരും കാര്യങ്ങൾ തീരുമാനിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. മാനുഷിക പരിഗണന ഇല്ലാതെയും അന്യായമായും നടത്തിയ സ്ഥലം മാറ്റം റദ്ദാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. 10 വർഷം നീതി കിട്ടാത്തവർക്ക് സ്വാഭാവിക നീതി നൽകിയെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ചർച്ചകൾക്കിടയിൽ ബന്ധു നിയമന ആരോപണം ഉയർന്നുവന്നെങ്കിലും മന്ത്രി മറുപടി നൽകിയില്ല. പോലീസിലും ആരോഗ്യവകുപ്പിലും ഉൾപ്പെടെ അവശ്യ സർവീസ് മേഖലയിൽ നടത്തിയ കൂട്ടത്തോടെയുള്ള സ്ഥലം മാറ്റം തികച്ചും രാഷ്ട്രീയ പ്രേരിതമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. സർവീസ് സംഘടനാ നേതാക്കൾ നൽകുന്ന കത്തിന്റെ അടിസ്ഥാനത്തിലാണ് UDF സർക്കാർ സ്ഥലം മാറ്റങ്ങൾ നടത്തുന്നത് എന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് വി ജോയ് ആരോപിച്ചു. അധികാരമേൽക്കുന്നതിന് മുൻപ് സ്ഥലം മാറ്റം നടത്തുന്ന നാണം കെട്ട പണിയാണ് സർക്കാർ ചെയ്തതെന്നും വി ജോയ് പറഞ്ഞു. അധികാരമേൽക്കുന്നതിന് മുമ്പ് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള നാണം കെട്ട ഒരു പരിപാടിയാണ് നിങ്ങൾ ചെയ്തതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ സഹോദരി ഭർത്താവിനെ നിയമിച്ചതും ബി ജോയ് ഉന്നയിച്ചു. നിങ്ങൾ നിയമനം നൽകുന്നുണ്ട്, നിങ്ങൾ ബന്ധു നിയമനം നൽകുകയാണ്. കേരളത്തിലെ ഒരു മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി അളിയനെ നിയമിക്കുകയാണ്. ഇതെന്ത് നാടാണിത്? മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ മറുപടി പറഞ്ഞ സണ്ണി ജോസഫ് ആകട്ടെ വി ജോയ് ഉന്നയിച്ച ബന്ധുനിയമന ആരോപണത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തലങ്ങും വിലങ്ങുമായിരുന്നു ട്രാൻസ്ഫർ എന്നും ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്ത സംഭവം വരെ ഉണ്ടായി എന്നും സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 10 വർഷക്കാലം യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ ജീവനക്കാരെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റുകയായിരുന്നു. ഈ കാലയളവിൽ 1 ഡസനിലധികം തവണ സ്ഥലം മാറ്റപ്പെട്ട ജീവനക്കാരുണ്ട്. 10 വർഷക്കാലം അവിടെ തന്നെ ഒരേ സീറ്റിലിരുന്ന് വേറെ ഇറങ്ങിയവരുണ്ട്. അവരെയൊക്കെ ഒന്ന് തൽക്കാലം ഭരണ സൗകര്യാർത്ഥം മാറ്റേണ്ടതായിട്ട് വരും സർ. അതേസമയം സ്ഥാപിത താൽപര്യക്കാർ സർക്കാർ തലത്തിൽ അഴിഞ്ഞാടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ചില സ്ഥാപിത താൽപര്യക്കാരെ അഴിഞ്ഞാടാൻ വിട്ടാൽ എങ്ങനെയാണ് ജനതാൽപര്യം സംരക്ഷിക്കാനാവുക? ഈ രീതിയാണ് തുടരാൻ പോകുന്നതെങ്കിൽ കാണേണ്ടത് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ പവർ ബ്രോക്കർമാരും ദല്ലാളന്മാരും അധികാരം സ്ഥാപിച്ച് ആധിപത്യം സ്ഥാപിച്ച് വലിയ തോതിലുള്ള അഴിമതിക്ക് വഴിയൊരുക്കുമെന്നതാണ്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. എന്റെ കക്ഷിയും വാക്കൌട്ട് ചെയ്യുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.